പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മെത്തഡ്സ് ഓഫ് കോളിംഗ് ഫങ്ഷൻസിലെ ഫസ്റ്റ് കാറ്റഗറി കോൾ ബൈ വാല്യൂ ആയിരുന്നു. അതിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ മെത്തേഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. കോൾ ബൈ റെഫറൻസ് മെത്തേഡ് എന്താണ്? കോൾ ബൈ റെഫറൻസ് മെത്തേഡ് കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ഒറിജിനൽ വാല്യൂവിനെ റിഫ്ലക്റ്റ് ചെയ്യൂല എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇൻ കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ദ ഫോർമൽ ആർഗ്യുമെന്റ് will become അല്ലെങ്കിൽ the actual argument will become an alias name to the formal argument. An alias name to the formal argument. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ആക്ച്വൽ ആർഗ്യുമെന്റ് ആ ആർഗ്യുമെന്റ് തന്നെയാണ് ഫോർമൽ ആർഗ്യുമെന്റിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വൽ ആർഗ്യുമെന്റ് തന്നെയാണ് ഫോർമൽ ആർഗ്യുമെന്റിലേക്ക് പാസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫോർമൽ ആർഗ്യുമെന്റ് വിൽ ബിക്കം അൻ ഏലിയാസ് നെയിം ടു ദ ആക്ച്വൽ ആർഗ്യുമെന്റ്. എന്താണ് ഏലിയാസ് നെയിം? ഏലിയാസ് നെയിം എന്ന് പറഞ്ഞാൽ മറ്റൊരു പേര് എന്നാണ് അർത്ഥം, അല്ലേ? നമ്മൾ സിനിമയിലൊക്കെ കണ്ടില്ലേ, സാഗർ ഏലിയാസ് ജാക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ? സാഗർ ഏലിയാസ് ജാക്കി അല്ല, രണ്ടാളും ഒരേ ആളാണ്, ഒരാളുടെ രണ്ട് പേരുകളാണ് ആ പറഞ്ഞത്. ഓക്കെ, ഈ രൂപത്തിൽ ഏലിയാസ് നെയിം എന്ന് പറഞ്ഞാൽ മറ്റൊരു പേര് എന്നാണ് അർത്ഥമുള്ളത്. അപ്പോ ദ കോൾഡ് ഫംഗ്ഷൻ ഈസ് വർക്കിംഗ് ഓൺ ദ ഒറിജിനൽ വാല്യൂ. ഇഫ് എനി ചേഞ്ചസ് മെയ്ഡ് ബൈ ദിസ് ഫംഗ്ഷൻ ടു ദിസ് ആർഗ്യുമെന്റ് will reflect to the original value. ഒറിജിനൽ വാല്യൂവിനെ റിഫ്ലക്റ്റ് ചെയ്യും. കാരണം ഫോർമൽ ആർഗ്യുമെന്റ് മാറ്റിയാലും ആക്ച്വൽ ആർഗ്യുമെന്റ് മാറ്റിക്കഴിഞ്ഞാലും എന്താണ്, രണ്ടും ഒരേ വേരിയബിളിൽ നിന്നും മേലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇവിടെ പാസ് ചെയ്യുന്നത് ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ റെഫറൻസ് ആണ് എന്ന് പറയും. റെഫറൻസ് ആണ്, ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി അഡ്രസ് ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിതിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. വോയിഡ് ചേഞ്ച് ഇന്റ് ആംപർസെന്റ് n. അപ്പൊ ആക്ച്വൽ ആർഗ്യുമെന്റ് നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഫോർമൽ ആർഗ്യുമെന്റ് എഴുതിയപ്പം ആംപർസെന്റ് n എന്നെഴുതി. എന്താണ് ആംപർസെന്റ് n? ആംപർസെന്റ് n ഒരു വേരിയബിളിന്റെ മുമ്പിൽ നമ്മളൊരു ആംപർസെന്റ് സൈൻ ഇട്ട് കഴിഞ്ഞാൽ ഈ വേരിയബിളിന്റെ പേര് എന്ന് പറയുന്നത് റെഫറൻസ് വേരിയബിൾ എന്ന് പറയും. റെഫറൻസ് വേരിയബിൾ n എന്ന് പറഞ്ഞാൽ ഒരു ഓർഡിനറി വേരിയബിൾ. അതിന്റെ മുന്നിൽ ഒരു ആംപർസെന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? അത് റെഫറൻസ് വേരിയബിൾ ആയി. ഓക്കെ, റെഫറൻസ് വേരിയബിൾ ആയി. അപ്പോൾ ഹൗ ക്യാൻ വി മേക്ക് ആൻ ഓർഡിനറി വേരിയബിൾ ആസ് എ റെഫറൻസ് വേരിയബിൾ? ഇൻസേർട്ട് an ampersand sign in between the variable and the data type. ഡാറ്റ ടൈപ്പിന്റെയും വേരിയബിളിന്റെയും ഇടയിൽ ഒരു ആംപർസെന്റ് ഇട്ട് കൊടുത്താൽ ഒരു നോർമൽ ഓർഡിനറി വേരിയബിൾ എന്തായി മാറും? ഒരു റെഫറൻസ് വേരിയബിൾ ആയിട്ട് മാറും. അപ്പോൾ കോൾ ബൈ റെഫറൻസ് മെത്തേഡും കോൾ ബൈ വാല്യൂ മെത്തേഡും പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ചേഞ്ചസും വേറെ ഇവിടെ ഉണ്ടാവില്ല. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വർക്കിംഗ് എങ്ങനെയാണ്? ഇവിടെ x ഈക്വൽ ടു 20 മെയിൻ ഫംഗ്ഷൻ ആണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. x ഈക്വൽ ടു 20, x എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിൽ 20 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. ഇനി ചേഞ്ച് x എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ വാല്യൂ ഇങ്ങോട്ട് പാസ് ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ റിസീവ് ചെയ്യുന്നത് റെഫറൻസ് വേരിയബിൾ ആണ്. അപ്പൊ എന്തായി? മറ്റൊരു സെപ്പറേറ്റ് മെമ്മറി ക്രിയേറ്റ് ചെയ്യൂല. എന്ത് ചെയ്യും? ആ സെയിം മെമ്മറി ലൊക്കേഷനിൽ തന്നെ മറ്റൊരു പേരായിട്ട് മാറും. എന്ത്?
n. ഓക്കെ, അപ്പോൾ എക്സ് ഏലിയാസ് n എന്ന് പറയാം. അപ്പോൾ റെഫറൻസ് വേരിയബിൾ ആയതുകൊണ്ട് സെപ്പറേറ്റ് മെമ്മറി ക്രിയേറ്റ് ചെയ്യാതെ ഇതേ മെമ്മറി ലൊക്കേഷന്റെ മറ്റൊരു പേരായിട്ട് മാറും എന്ത്, n. ഓക്കെ, ഇനി n = n+1, n-ന്റെ വാല്യൂ എന്തായി, 21 എന്നായി. n മാറ്റിയാലും x മാറ്റിയാലും ഒക്കെ ഒറിജിനൽ വാല്യൂ മാറും. കാരണം ഒറ്റ മെമ്മറി അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിന്റെ രണ്ട് വ്യത്യസ്ത പേരുകളാണിത് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ വിളിക്കാനൊരു പേരും റെക്കോർഡിക്കലായിട്ട് മറ്റൊരു പേരൊക്കെ ഇല്ലേ, അതേപോലെ കൂട്ടിയാൽ മതി. 21 വാല്യൂ ഓഫ് n ഈസ്, അത് ഡിസ്പ്ലേ ചെയ്തു. വാല്യൂ ഓഫ് n ഈസ് എന്ന് പറഞ്ഞ് 21 ഡിസ്പ്ലേ. ഇനി ഇത് കഴിഞ്ഞ് എക്സിക്യൂഷൻ മൊത്തം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് തന്നെ വന്നു. വാല്യൂ ഓഫ് എക്സ്, വാല്യൂ ഓഫ് എക്സ് ഈസ്, അതും എന്താണ് 21. അപ്പൊ എന്തായി, ഒറിജിനൽ വാല്യൂവിന് മാറ്റം വരുത്തി. അത് രണ്ടിടത്തും റിഫ്ലക്ട് ചെയ്തു, രണ്ട് ഫംഗ്ഷനിൽ റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, ഇതാണ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. In call by reference method, the called function is working on the original value. Therefore, if any change is made, it will reflect. It will reflect. Okay. അപ്പോൾ സ്ട്രക്ചറിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഫോർമൽ ആർഗ്യുമെന്റ് എഴുതുമ്പോൾ ഒരു ആംപർസൻഡ് സൈൻ ഇട്ട് കൊടുക്കാതെ മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ആക്ച്വൽ ആർഗ്യുമെന്റ്. ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഓൺലി എ വേരിയബിൾ. എന്താവാനേ പറ്റുള്ളൂ, വേരിയബിൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരു കോൺസ്റ്റന്റ് ഒന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ആക്ച്വൽ ആർഗ്യുമെന്റ് ഓൺലി എ വേരിയബിൾ. ഇനി രണ്ടാമത്തെ പ്രത്യേകത, ഫോർമൽ ആർഗ്യുമെന്റ് ഈസ് എ റെഫറൻസ് വേരിയബിൾ. ഫോർമൽ argument is a reference variable. റെഫറൻസ് വേരിയബിൾ ആയിരിക്കും. നേരത്തെ നമ്മൾ ഓർഡിനറി വേരിയബിൾ എന്ന് പറഞ്ഞു, ഇവിടെ റെഫറൻസ് വേരിയബിൾ ആയിരിക്കും. ഇനി മൂന്നാമത്തത് ചേഞ്ചസ് ഡു റിഫ്ലക്ട്. എന്ത് ചെയ്യും, ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്യും അല്ലെ. മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് മെയിൻ ആക്ച്വൽ വാല്യൂവിന് മാറ്റം വരും. ഇനി നാലാമത്തത് എ കോമൺ മെമ്മറി ഷെയർഡ് ബൈ the two arguments. A common memory will shared by both arguments. രണ്ട് ആർഗ്യുമെന്റും കൂടി ഒരു കോമൺ മെമ്മറി എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. എന്ത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ആക്ച്വൽ ആർഗ്യുമെന്റ് വേരിയബിൾ മാത്രമായിരിക്കും. ഫോർമൽ ആർഗ്യുമെന്റ് റെഫറൻസ് വേരിയബിൾ ആയിരിക്കും. ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്യും. അതുപോലെ എ കോമൺ മെമ്മറി ഇസ് ഷെയർഡ് ബൈ ബോത്ത് ആർഗ്യുമെന്റ്. രണ്ട് ആർഗ്യുമെന്റും കൂടി ഒരു മെമ്മറി ഷെയർ ചെയ്യാണ് ഇവിടെ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കോൾ ബൈ റെഫറൻസ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ കോൾ ബൈ വാല്യൂ എന്താന്ന് പഠിച്ചു, കോൾ ബൈ റെഫറൻസ് എന്താണ് പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ചിലപ്പോൾ എക്സാമിന് അങ്ങനെയാണ് ചോദിക്കുക, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്, അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ ആൻഡ് പാസ് ബൈ റെഫറൻസ്. ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതുക? അപ്പോൾ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. നല്ല എളുപ്പമാണ്. ഒന്നാമത്തത് കോൾ ബൈ വാല്യൂവിൽ ആക്ച്വൽ ആർഗ്യുമെന്റ് മേ ബി എന്തൊക്കെ ആവാം, വേരിയബിൾ ആവാം, കോൺസ്റ്റന്റ് ആവാം, ഓർ എക്സ്പ്രഷൻ ആവാം. എക്സ്പ്രഷൻ ഞാൻ ചുരുക്കി എഴുതിയതാട്ടോ. ആക്ച്വൽ ആർഗ്യുമെന്റ് മേ ബി വേരിയബിൾ, കോൺസ്റ്റന്റ് ഓർ എക്സ്പ്രഷൻ. അതേ സമയത്ത് കോൾ ബൈ റെഫറൻസിലാണെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റ് എന്തായിരിക്കും? ആക്ച്വൽ ആർഗ്യുമെന്റ് ഓൺലി വേരിയബിൾ.
only variable. Actual argument എന്തായിരിക്കും? വേരിയബിൾ മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി രണ്ടാമത്തേത്, ഇവിടെ ഫോർമൽ ആർഗ്യുമെന്റ് എന്താണ്? ഓർഡിനറി വേരിയബിൾ ആണ്. ഓർഡിനറി വേരിയബിൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചുരുക്കി എഴുതാണ്. ഫോർമൽ ആർഗ്യുമെന്റ് ഓർഡിനറി വേരിയബിൾ ആയിരിക്കും. അതേ സമയത്ത് ഇവിടെ ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഒരു റഫറൻസ് വേരിയബിൾ ആയിരിക്കും. ഇവിടെ ഓർഡിനറി വേരിയബിൾ, അപ്പുറത്ത് റഫറൻസ് വേരിയബിൾ. ഇനി മൂന്നാമത്തെ പ്രത്യേകത, ചേഞ്ചസ് ഡു നോട്ട് റിഫ്ലക്ട്. ഇവിടെ എന്ത് ചെയ്യൂല? റിഫ്ലക്ട് ചെയ്യൂല. അതേ സമയത്ത് ഇപ്പുറത്തോ ചേഞ്ചസ് ഡു റിഫ്ലക്ട്. ചേഞ്ചസ് ഡു റിഫ്ലക്ട്. ഇനി നാലാമത്തേതായിട്ട് സെപ്പറേറ്റ് മെമ്മറി allocated for actual and formal arguments. Exclusive memory allocate ചെയ്യും, സെപ്പറേറ്റ് മെമ്മറി allocate ചെയ്യും. അതേ സമയത്ത് a common memory is shared. Memory is shared by two variables. ഓക്കെ, ഇതാണ് ഡിഫറൻസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആക്ച്വൽ ആർഗ്യുമെന്റ് വേരിയബിൾ, കോൺസ്റ്റന്റ് ഓർ എക്സ്പ്രഷൻ. റെഫറൻസിൽ ആക്ച്വൽ ആർഗ്യുമെന്റ് ഓൺലി വേരിയബിൾ. ഫോർമൽ ആർഗ്യുമെന്റ് ഒരു ഓർഡിനറി വേരിയബിൾ ആയിരിക്കും, ഇവിടെ റെഫറൻസ് വേരിയബിൾ ആയിരിക്കും. ഇവിടെ ചേഞ്ചസ് ഡു നോട്ട് റിഫ്ലക്ട്, ഇവിടെ ഡു റിഫ്ലക്ട്. അതുപോലെ ഇവിടെ സെപ്പറേറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും രണ്ട് വേരിയബിളിനും, ഇവിടെ സെപ്പറേറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യൂല. എന്ത് ചെയ്യും? കോമൺ മെമ്മറി രണ്ടും ഷെയർ ചെയ്യും. ഓക്കെ, ഐഡിയ കിട്ടിയോ? ഇതാണ് ഈ കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ഈ ഭാഗത്ത് നമ്മളൊരു പുതിയ വേരിയബിളിനെ പറ്റി പഠിച്ചു. എന്താ വേരിയബിളിന്റെ പേര്? റെഫറൻസ് വേരിയബിൾ. അപ്പോൾ എന്താണ് റെഫറൻസ് വേരിയബിൾ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? എ റെഫറൻസ് വേരിയബിൾ ഇസ് ആൻ ഏലിയാസ് നെയിം ഓഫ് അനദർ വേരിയബിൾ. മറ്റൊരു വേരിയബിളിന്റെ ഒരു ഏലിയാസ് നെയിമാണ് എന്ത്? റെഫറൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഏലിയാസ് നെയിം ഓഫ് അനദർ വേരിയബിൾ. ഒരു വേരിയബിളിന്റെ ഒരു ഏലിയാസ് നെയിം, അതിനെയാണ് റെഫറൻസ് വേരിയബിൾ എന്ന് നമ്മൾ പറയാം. ഒരു നോർമൽ വേരിയബിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ റെഫറൻസ് വേരിയബിൾ ആക്കി മാറ്റാം എന്ന് ചോദിച്ചാൽ, an ordinary variable can be converted into a reference variable by placing an ampersand sign symbol in between the data type and variable. ഈ ഡാറ്റ ടൈപ്പിൻ്റെയും വേരിയബിളിൻ്റെയും ഇടയിൽ എന്ത് കൊടുക്കുക? ഒരു ആംപർസെൻഡ് സൈന് കൊടുക്കുക. അപ്പോൾ ഈ നോർമൽ വേരിയബിളിനെ നമുക്ക് റെഫറൻസ് വേരിയബിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റ് ഡാറ്റ ടൈപ്പ് എഴുതി, എന്നിട്ട് ഒരു ആംപർസെൻഡ് സൈന് നമ്മൾ ഇട്ട് കൊടുത്തു, എന്നിട്ട് വേരിയബിൾ എഴുതി ആംപർസെൻഡ് n. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ നോർമൽ വേരിയബിളിനെ എന്തായി? ഒരു റെഫറൻസ് വേരിയബിൾ ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.